ദിവ്യകാരുണ്യത്തിന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെയുമായിട്ട് വന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ടോ? മോളെ ഒന്ന്. വലിയൊരു 2 മാസത്തോളമായി കുഞ്ഞിന് വലിയ വേദനയിലൂടെ കടന്നു പോവുകയായിരുന്നു. വെയിറ്റ് ചെയ്യാൻ പറയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ മോന് എഡ്വിൻ മാത്യു, അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവന് 3 മാസമായിട്ട് കാലിൻ്റെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ നല്ല വേദനയായിരുന്നു. അപ്പം സ്കൂളിൽ നിന്ന് ഒന്ന് വീണതിൻ്റെ ഫലമായിട്ടാണ് ഈ വേദന പുറത്തോട്ട് വന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ വേദനയുടെ ഗുളികയൊക്കെ തന്നു, കുറവില്ല. 1-2 ആഴ്ചത്തേക്ക് ഗുളിക തന്നു, എന്നിട്ടും കുറയുന്നില്ല. ലാസ്റ്റ് MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്തപ്പോഴാണ് അതിൻ്റെ അകത്ത് മൈൽഡ് സൈനോഫിൽ ഇഫ്യൂഷൻ നോട്ടഡ് ഇൻ ബോത്ത് ഹിപ്പ് ജോയിൻ്റ് എന്ന്, അതായത് ഹിപ്പ് ജോയിൻറ്റിന് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുവാണ്. അപ്പം 2-3 ആഴ്ചത്തോളം കൊച്ചു ഓരോ കിലോ വെച്ച് വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. ഇവനാണെങ്കിൽ ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയാണ്. ഒരിക്കലും അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവൻ കൈയൊക്കെ സ്വയം കടിച്ചു പറിക്കുമായിരുന്നു ദേഷ്യം വന്നിട്ട്. ഇങ്ങനെ സ്കൂളിൽ പോകാനും പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ശരിയാവുന്നില്ല, നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ അല്ലാതെ പറ്റിയായിരുന്നു തന്നെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും കൂടി ഞങ്ങൾ ജനുവരി 7-ാം തീയതി രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ബാലാജി സക്രിയനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നമുക്കിത് ഓപ്പറേഷൻ തന്നെ ചെയ്യാം, 8-ാം തീയതി രാവിലെ നമുക്ക് ചെയ്യാം, ഇതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, കുഞ്ഞിത് ഇങ്ങനെ ഇരിക്കുന്ന ബോണ് ഇത് കുറച്ചും കൂടെ മടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ ആ സർക്കുലേഷൻ നടക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ കാലിന് നല്ല നീളം കുറയുന്നു. ഇപ്പം ഒരു നടക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദനയേ ഉള്ളൂ. അപ്പം പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇത് ചെയ്യാതിരുന്നാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ 45-50 വയസ്സാകുമ്പോൾ കുഞ്ഞിന് മുട്ടിനോയ്ക്കുള്ള തേയ്മാനം കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈശോയെ വിളിച്ചു. ഒന്നും ചെയ്യാനില്ല, ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞിന് ഇപ്പോൾ കാലിൻ്റെ നീളവും കൂടെ കുറയുന്നത് നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമുക്ക് ഈ പള്ളി വന്ന് എങ്ങനെയില്ല അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇന്ന് വന്ന് പ്രാർത്ഥിച്ചു. ഈശോ മോൻ്റെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ഒരു വേദനയില്ല, കുട്ടി ചാടുവാണ്. തുള്ളിച്ചാടി കാണിച്ചു കൊടുത്ത്, തുള്ളിച്ചാടിക്കോടാ, കൈയടിച്ച് തുള്ളിച്ചാടിക്കോ, ഓടി കാണിച്ചു കൊടുത്തോ, ഓടിക്കോ. പ്രൈസ് ദി ലോർഡ്. കൊച്ച് ഭയങ്കരമായിട്ട് അവന് മൈക്കോ വരെ ഒരു വലിയ ഒരു മേജർ മിറക്കിളാണ്. പ്രൈസ് ദി ലോർഡ്. അവന് സന്തോഷം കൊണ്ടാണ്. ഇപ്പൊ അവൻ ആദ്യം കരഞ്ഞത് വേദന കൊണ്ടാണെങ്കിൽ കൊച്ചിപ്പ കരയുന്നത് സന്തോഷം കൊണ്ടാണ്. കാരണം അവനെ കാലനക്കാൻ പറ്റാത്ത വിധം അല്ലേ, 2-3 മാസമായി അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജ് വരെ എത്തി സർജറി ചെയ്യണമെന്ന് 2-3 ഡോക്ടർമാര് പറഞ്ഞു. ആ വേദന മാറുന്നില്ല, സർജറി ചെയ്താലേ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. സർജറി ചെയ്ത കാലിന്റെ നീളം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ആ വേദന പൂർണ്ണമായും ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിയതിന്റെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നമ്മൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. ഈശോ പറഞ്ഞതുപോലെ, അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ അവിടുന്ന് ഇടവരുത്തുന്ന ഇടങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരികയും അവിടുന്ന് സൗഖ്യം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എവിടെയാ മോളെ വീട്? ശ്രീകണ്ഠാപുരത്ത് നിന്ന് മകള് നേഴ്സാണ് അല്ലേ? ശ്രീകണ്ഠാപുരത്ത് നിന്ന് കൊച്ചിനെയും കൂട്ടി ഇന്ന് പോകാനുള്ള പരിയാരം മെഡിക്കൽ കോളേജ് വരെയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ കൊച്ചിനെയും കൊണ്ട് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വരാമെന്ന് തീരുമാനിക്കുകയും വരികയും ഇപ്പോൾ ആ വേദന മുഴുവനും അല്ലേ? പ്രൈസ് ദി ലോർഡ്.
കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓടാൻ പറ്റുന്ന വിധത്തിലായിട്ടുണ്ടോ? ഇല്ലേ? ഓടാൻ പറ്റില്ല. ഇനി ഒന്ന് വഴി മാറിക്കൊടുത്ത് അവന് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഓടിയവിടുന്ന് അങ്ങേ അറ്റം വരെ ചിരിച്ചോണ്ട് ഓടുന്നു. ഇനി കരയേണ്ട ആവശ്യമില്ലല്ലോ, കൈയടിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് ഓടും. നടക്കാൻ പറ്റാതിരുന്ന കുഞ്ഞിന് കർത്താവ് ഓടാൻ പറ്റുന്ന വിധത്തില്, ഇല്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞ തുള്ളിച്ചാടി നടക്കേണ്ട പ്രായത്തില് അവൻ കിടപ്പായിരുന്നു. ഇനി നീ എല്ലാവരും നോക്കിയൊന്ന് ചിരിച്ച്. അവര് വിചാരിച്ചു നീ കരഞ്ഞോണ്ടിരിക്കുന്ന വേനെടുത്തിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലു. ഉണരാമുണരാമുണര. അച്ഛന്റെ പേരെന്താണ്? എഡ്വിൻ. മോളൊരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ഒരു എക്സ്റേ എടുത്തായിരുന്നില്ലേ? പിന്നെ MRI എടുത്തായിരുന്നു. എക്സ്റേ MRI എടുത്തായിരുന്നു. ആദ്യം എക്സ്റേ എടുത്തപ്പോ തന്നെ ഇത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കണ്ട് വീണ്ടും വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യും, വരുന്ന വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്തിട്ട് പഴയ എക്സ്റേയും പുതിയ എക്സ്റേ ഒക്കെ ആയിട്ട്, പഴയ എക്സ്റേ പുതിയ എക്സ്റേ കൂടെ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പൊ ആ പഴയതും ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളോടുകൂടെ വന്നാൽ വ്യാഴാഴ്ച വന്ന് സാക്ഷ്യം പറയും. കേട്ടോ? ഹല്ലേലൂയ. ഇപ്പൊ വേദന മാറിയെന്ന്, ഇപ്പൊ നമുക്ക് വേദന മാറിയെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. വേദന മാറി നടക്കാൻ പറ്റാതിരുന്ന ഓടാൻ തുടങ്ങി. ഓക്കെ. പക്ഷെ നമ്മൾ മെഡിക്കലി സാക്ഷ്യം പറയുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് മണിയാണ്, അല്ലെ? അപ്പോ റിപ്പോർട്ടുകളോടുകൂടി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമോ നമ്മുടെ അറിവോ, ഇപ്പൊ കൊച്ചു ഈശോയെ എന്ന് വിളിക്കാൻ പറഞ്ഞു, കൊച്ചങ്ങോട്ട് ഈശോയെ എന്ന് വിളിച്ചു. കുറച്ച് വലിയ ദൈവശാസ്ത്രം ചിന്തിച്ചിട്ടാണോ ഈശോയെ എന്ന് വിളിക്കുന്നത്? യേശുനാമം വിളിച്ച കിട്ടുന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ചിന്തിച്ചിട്ടാണോ ഈശോയെ എന്ന് വിളിക്കുന്നത്? അല്ല, കൊച്ചങ്ങോട്ട് കണ്ണും പൂട്ടി വിളിക്കാണ്. ഈശോയെ എന്ന് വിളിച്ചു. കർത്താവിനോട് നമ്മോടുള്ള സ്നേഹം, കർത്താവിന് നമ്മോടുള്ള കരുണ, കർത്താവിന് നമ്മോടുള്ള വാത്സല്യം, അതുമൂലം കുഞ്ഞ് സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രിയപ്പെട്ടവരെ,